Hi, good afternoon. Audible അല്ലേ എല്ലാവർക്കും? ഒന്ന് പറയാവോ? Yes. അപ്പോൾ BPCC 112 ഓർഗനൈസേഷണൽ ബിഹേവിയർ ആണ് നമ്മൾ ഇന്നൊരു റിവിഷൻ ആണ് വെക്കുന്നത്. ഒരു ഓടിച്ച് പോവലാണ് കേട്ടോ എല്ലാ ചാപ്റ്റേഴ്സ് ഒന്ന്. ഇപ്പൊ പകുതി എടുക്കുന്നുണ്ട്, വൈകിട്ട് ഒരു സെഷനും കൂടെ വെക്കാം ബാക്കിയും കൂടെ നോക്കാനായിട്ട്. ഓക്കെ, അപ്പൊ ഇതില് ഫസ്റ്റ് ചാപ്റ്റർ തൊട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. യൂണിറ്റ് 1 ഇൻട്രൊഡക്ഷൻ ടു ഓർഗനൈസേഷണൽ ബിഹേവിയർ. നമുക്ക് ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കാനുള്ളത് ക്വസ്റ്റ്യൻസ് നോക്കാം. ഹലോ, ഡിഫൈൻ ഓർഗനൈസേഷണൽ ബിഹേവിയർ, ഡിസ്കസ് ദ ഹിസ്റ്റോറിക്കൽ ആന്റിസിഡൻസ് ഓഫ് ഓർഗനൈസേഷണൽ ബിഹേവിയർ. പിന്നെ ഒന്നുകൂടി ഡിഫൈൻ OB ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ഫീൽഡ് ഓഫ് OB ഇൻ ദ പ്രസന്റ് ടൈം. ക്യാരക്ടറിസ്റ്റിക്സ് ചോദിക്കുന്നുണ്ട്, ഡെഫിനിഷൻ ചോദിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ സീരീസ് ഓഫ് ഇൻസിഡൻസ് ദാറ്റ് ലെഡ് ടു ദ എമർജൻസ് ഓഫ് OB. അപ്പോഴെന്താണ് ഹിസ്റ്റോറിക്കൽ ആന്റിസിഡന്റ് ആണ് നമ്മൾ അവിടെ എഴുതേണ്ടത്. ഇവിടെ ചോദിച്ച ചോദ്യത്തിന് വ്യത്യാസമുണ്ട്, പക്ഷെ നമ്മൾ അവിടെ എഴുതേണ്ടത് എന്താണ്? ഹിസ്റ്റോറിക്കൽ ആന്റിസിഡൻസ് ആണ്. ഇനി എക്സ്പ്ലെയിൻ മേജർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ഫീൽഡ് ഓഫ് OB. ഇതിൽ ഏത് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും നമ്മൾ എന്ത് എഴുതണം? OBയുടെ ഡെഫിനിഷൻ എഴുതണം. എന്നിട്ട് നമ്മൾ ബാക്കിയുള്ള കറക്റ്റ് ക്വസ്റ്റ്യനിലോട്ട് വരുന്നുള്ളൂ. അപ്പൊ ആദ്യം തന്നെ OB എന്താണെന്ന് നോക്കാം. ഒരു മിനിറ്റ് കേട്ടോ, ഒന്ന് വെയിറ്റ് ചെയ്യണേ, ഒരു 2 minutes. അപ്പൊ നമുക്ക് OB എന്താണെന്ന് ആദ്യം നോക്കണം. The field of organizational behavior, OB, the field of OB concern itself with the study of behavior of individuals and groups in the context of organization. നമ്മൾ എന്താണ് പഠിക്കുന്നത്? ഓർഗനൈസേഷൻ കോണ്ടെക്സ്റ്റിലുള്ള ഇൻഡിവിജ്വൽസിന്റെ ബിഹേവിയർ, അവിടുത്തെ എംപ്ലോയീസിന്റെ, അതേപോലെ തന്നെ അവിടുത്തെ സൂപ്പർവൈസേഴ്സ്, മാനേജ്മെന്റ്, ഇവരുടെയൊക്കെ ബിഹേവിയർ ആണ് എന്തിൽ നോക്കുന്നത്? ഓർഗനൈസേഷണൽ ബിഹേവിയറിൽ നോക്കുന്നത്. ഇവിടെ നമ്മൾ മെയിൻ ആയിട്ടൊരു ഇക്വേഷൻ എഴുതണം. കണ്ട, നമുക്ക് ബിഹേവിയറിന് ഒരു ഇക്വേഷൻ ഉണ്ട്. ബിഹേവിയർ ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് PE. P എന്ന് പറയുന്നത് എന്താ? പേഴ്സണൽ ക്യാരക്ടറിസ്റ്റിക്സ്. E എന്ന് പറയുന്നത് എൻവയറമെന്റ്. ഇത് രണ്ടും കൂടെയുള്ള പ്രോഡക്റ്റ്, നമ്മുടെ പേഴ്സണൽ ക്യാരക്ടറിസ്റ്റിക്സും അതേപോലെ തന്നെ എൻവയറമെന്റൽ ഫാക്ടേഴ്സും, ഇത് രണ്ടും കൂടെ വരുമ്പോഴാണ് എന്ത്? നമ്മുടെ ബിഹേവിയർ ശരിക്കും പുറത്തേക്ക് വരുന്നത് അല്ലെ. നമുക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടായിരിക്കും, അത് ഓരോ കോണ്ടെക്സ്റ്റിലും ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പൊ വീട്ടിലുള്ള സ്വഭാവമായിരിക്കില്ല വർക്കിംഗ് പ്ലേസിൽ പോയാൽ, അതേ സ്വഭാവമായിരിക്കില്ല നമ്മളൊരു ക്ലാസ് റൂമിൽ ഇരിക്കുമ്പോൾ, അതേ സ്വഭാവമായിരിക്കില്ല ഒരു പാർട്ടിക്ക് പോയി കഴിഞ്ഞാൽ. അപ്പോൾ കോണ്ടെക്സ്റ്റിനനുസരിച്ച് നമ്മുടെ ക്യാരക്ടറിസ്റ്റിക്സിന് എന്തുണ്ടായിരിക്കും? വ്യത്യാസം ഉണ്ടായിരിക്കും. അതേ സംഭവം നമ്മൾ ഇവിടെ എവിടേക്ക് കൊണ്ടുവരികയാണ്? ബ്രിങ് ദീസ് പേഴ്സണൽ ക്യാരക്ടറിസ്റ്റിക്സ് ഇൻ ടു ദി ഓർഗനൈസേഷൻ സിറ്റുവേഷൻ, വിച്ച് ഇൻ ടേൺ എഫക്ട് ദ വേ വി തിങ്ക് ആൻഡ് ആക്ട്. എൻവയറമെന്റൽ കോണ്ടെക്സ്റ്റ് ഫാക്ടേഴ്സ് സച്ച് ആസ് ദ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ, culture, nature of the job, management style and so on also have direct influence on our behavior. കണ്ടപ്പോൾ ഓർഗനൈസേഷന്റെ സ്ട്രക്ചർ, കൾച്ചർ, ജോബിന്റെ നേച്ചർ,
എല്ലാ ജോലിയും ഒരേപോലെ ആയിരിക്കില്ല. അപ്പൊ ആ ജോബിന്റെ നേച്ചർ, പിന്നെ അതുപോലെ തന്നെ മാനേജ്മെന്റ് സ്റ്റൈല് ആൻഡ് ഓൾസോ സോ ഓൺ ഓൾസോ ഹാവ് എ ഡയറക്റ്റ് ഇൻഫ്ലുവൻസ് ഓൺ അവർ ബിഹേവിയർ. ഇതൊക്കെ എന്തിട്ട് നമ്മുടെ ബിഹേവിയറിനെ ഇമ്പാക്ട് ചെയ്യും. ഈ ബിഹേവിയർ ആണ് നമ്മുടെ ഓർഗനൈസേഷനിൽ കാണിക്കുന്നത്. അതിനെ പറ്റിയാണ് ഇവിടെ പഠിക്കുന്നത്. അപ്പൊ ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്ന് പറയുന്നത് എന്താണ്? ശരിക്കും ഒരു സയന്റിഫിക് സ്റ്റഡിയാണ്. ഓക്കെ, അപ്പൊ അത്ര എഴുതുക. പിന്നെ ഒരു ഡെഫിനിഷൻ, നല്ല രീതിക്ക് ഏതെങ്കിലും ഒരു ഡെഫിനിഷൻ പഠിക്കുക. ഇവിടെ 3 നമുക്ക് ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട്, അതിൽ ഏതെങ്കിലും ഒരു ഡെഫിനിഷൻ പഠിക്കുക. ഇനി ഈ ഡെഫിനിഷനിലൊക്കെ 3 കോമൺ ആസ്പെക്ടുകളാണ് പറയുന്നത്. അതായത് സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് OB സീക്സ് ടു ഡെവലപ്പ് എ ബേസ് ഓഫ് നോളജ് യൂസിങ് സിസ്റ്റമാറ്റിക് എംപിരിക്കൽ ആൻഡ് റിസർച്ച് ഓറിയന്റഡ് അപ്രോച്ച്. കേട്ടോ, OB എന്ന് പറയുന്നത് ഒരു സിസ്റ്റമാറ്റിക് അല്ലെങ്കിൽ സയന്റിഫിക് സ്റ്റഡിയാണ്. എംപിരിക്കലായിട്ട് റിസർച്ച് നടത്തിയിട്ടുള്ള അപ്രോച്ചുകളാണ് ഇതിലുള്ളത്, OBയിലുള്ളത്. പിന്നെ അതുപോലെ തന്നെ 3 ലെവൽസ് ഓഫ് അനാലിസിസ് ആണ് ഇവിടെ നടത്തുന്നത്. ഇൻഡിവിജ്വൽ ലെവൽ ഉണ്ട്, ഗ്രൂപ്പ് ലെവൽ ഉണ്ട്, ഓർഗനൈസേഷൻ ലെവൽ ഉണ്ട്. അതല്ലാതെ ഓർഗനൈസേഷൻ മാത്രം അവിടെ പിടിച്ചിട്ടിരിക്കുന്നില്ല. ഇൻഡിവിജ്വൽസ് ലെവലിൽ നോക്കണം, ഓരോരുത്തരുടെയും ബിഹേവിയർ എങ്ങനെ ഓർഗനൈസേഷനെ ഇമ്പാക്ട് ചെയ്യുന്നുണ്ട്, ഗ്രൂപ്പ് പ്രോസസ്സുകൾ എങ്ങനെയാണ്. കണ്ടോ, ദിസ് ഈസ് മോർ കൺസേൺഡ് വിത്ത് സോഷ്യൽ ആൻഡ് ഇന്റർപേഴ്സണൽ ആസ്പെക്ട് സച്ച് ആസ് ഗ്രൂപ്പ് ഡൈനാമിക്സ് ആൻഡ് ലീഡർഷിപ്പ്. ഇൻഡിവിജ്വലിൽ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാല് പിന്നെ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, ഗ്രൂപ്പ് കോൺസെപ്റ്റ്, ഇതൊക്കെ നോക്കാം. അത് കഴിഞ്ഞിട്ട് ലെവൽ 3 ആണെന്ത്? ഓർഗനൈസേഷൻ ലെവൽ. ഇതും കൂടെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓർഗനൈസേഷണൽ ബിഹേവിയർ സ്റ്റഡി ഓക്കെയാണ്. ഇനി അതിന്റെ ഹിസ്റ്റോറിക്കൽ ആന്റിസിഡൻസ് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതിൽ സയന്റിഫിക് മാനേജ്മെന്റ് സ്റ്റഡീസ് ആണ് പറയുന്നത്. ടൈലർ ആണ് ഇതിന്റെ ആള്. ടൈലർ ആണ് ഫാദർ ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് എന്ന് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ സ്റ്റഡീസ് വെച്ചിട്ടാണ് എന്ത് ഈ ഒരു ഓർഗനൈസേഷണൽ ബിഹേവിയർ തുടങ്ങിയിട്ടുള്ളത്. അപ്പൊ അതില് 5 ബേസിക് ടെനറ്റ്സ് ആദ്യം പറയുന്നുണ്ട്. അതായത് അടിസ്ഥാന ജോയിൻ ആവുന്നുണ്ട്. അതായത് ടൈലറുടെ ഈ ഒരു തിയറിയില് ബേസിക് ആയിട്ടുള്ള ടെനറ്റ്സ് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു ജോലി ചെയ്യുന്നതിനുള്ള ഏറ്റവും നല്ല രീതി കണ്ടോ, സ്റ്റഡി ടു ഡിറ്റർമിൻ ദ ഒപ്റ്റിമൽ മെത്തേഡ് ഇൻ മിനിമം നമ്പർ ഓഫ് സ്റ്റെപ്സ് ഓഫ് പെർഫോമിംഗ് ജോബ്. ആണോ, ഇത് സയന്റിഫിക്കലി പഠിക്കണം. നമുക്കൊരു ജോലി പെർഫോം ചെയ്യാൻ വേണ്ട ഒപ്റ്റിമൽ മെത്തേഡ് അത് നമ്മൾ സയന്റിഫിക്കലി പഠിക്കണം. അതാണ് ഒരു അടിസ്ഥാന തത്വം എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ, വർക്കേഴ്സ് ക്യാൻ ബി മെയ്ഡ് ഫോർ എഫിഷ്യന്റ് ബൈ ഇൻസ്ട്രക്ടിങ് ദം ഓൺ ഹൗ ടു ഡു ദയർ ജോബ്സ്. തൊഴിലാളികൾക്ക് അല്ലെങ്കിൽ എംപ്ലോയീസിന് എന്ത് വേണം? അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുക, എങ്ങനെയാണ് ജോലി ചെയ്യേണ്ടത്. അവരെ കൂടുതൽ എഫിഷ്യന്റ് ആക്കാനുള്ള ഇൻസ്ട്രക്ഷൻസ് നമ്മൾ കൊടുക്കണം. അതാണ് രണ്ടാമത്തെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ വർക്കേഴ്സ് വിൽ ഫോളോ ദോസ് ഇൻസ്ട്രക്ഷൻ പ്രൊവൈഡഡ് ദേ ആർ പെയ്ഡ് അപ്രോപ്രിയേറ്റ്ലി. കാരണം ശമ്പളം കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് അവർ നല്ല രീതിക്ക് ചെയ്യും. പീപ്പിൾ ആർ പ്രൈമർലി മോട്ടിവേറ്റഡ് ബൈ ഇക്കണോമിക് റിവാർഡ്സ്. പ്രൈമർലി മോട്ടിവേറ്റ് ചെയ്യുന്നത് എന്താണ്? ഇക്കണോമിക് റിവാർഡ്സ് ആണ്. അപ്പൊ ശമ്പളം കിട്ടിയില്ലെങ്കിൽ പറയുന്നതൊന്നും ചെയ്യില്ല. ഇനി അടുത്തത് ക്രിറ്റിസിസം ഓഫ് ടൈലേഴ്സ് അപ്രോച്ച്. ടൈലേഴ്സ് അപ്രോച്ചിൽ വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ജോലി സ്ഥലത്ത്, അതായത് ടൈലേഴ്സ് വർക്ക് വാസ് ക്രിറ്റിസൈസ്ഡ് ഓൺ ദ ഗ്രൗണ്ട്സ് ഓഫ് ഡീഹ്യൂമനൈസിംഗ് ദ വർക്ക് പ്ലേസ് ആൻഡ് പ്രൊമോട്ടിംഗ് ദ ഐഡിയ ഓഫ് എൻ ഇക്കണോമിക് മാൻ, സമൺ ഹൂ വർക്ക്സ് ഓൺലി ഫോർ മണി. അപ്പൊ ഉണ്ടോ, നേരത്തെ പറഞ്ഞ ഈ ഒരു സംഭവം ഇക്കണോമിക് റിവാർഡാണ് മോട്ടിവേറ്റ് ചെയ്യുന്ന പറയുന്ന സംഭവം. അതായത് ഒരു ഇക്കണോമിക് മാൻ ആയിട്ട് എംപ്ലോയിനെ കണ്ടു. അതാണ് ആ ഒരു ക്രിറ്റിസിസം പറയാനായിട്ടുള്ളത്. ഇനി ഹോത്തോൺ സ്റ്റഡീസ് പറയുന്നുണ്ട്. അടുത്തതാണ് ഹോത്തോൺ സ്റ്റഡീസ്. അപ്പൊ നമ്മളെ ആന്റിസിഡന്റ് ആണ് കേട്ടോ നോക്കുന്നത്. അപ്പൊ അതിൽ ആദ്യം പറഞ്ഞത് എന്താണ്? ടൈലറിന്റെ അപ്രോച്ച് ആണ്. ഇനി അടുത്തത് ഹോത്തോൺ സ്റ്റഡീസ്. ഹോത്തോൺ സ്റ്റഡീസ് നടന്നിട്ടുള്ളത് ചിക്കാഗോയിലുള്ള വെസ്റ്റേൺ ഇലക്ട്രിക് കമ്പനിയിലുള്ള ഹോത്തോൺ പ്ലാന്റിലാണ്. 5 പാർട്സ് ആയിട്ടാണ് ഡിവൈഡഡ് ഇൻ ടു 5 മേജർ പാർട്സ്. അതായത് ഇവിടെ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ടൈലർ പറഞ്ഞത് ഒരു 1 ബെസ്റ്റ് വേ ആണ്, ഏതെങ്കിലും ഒരു നല്ല വഴി, അതായത് കമ്പനി നല്ല രീതിക്ക് അല്ലെങ്കിൽ ഓർഗനൈസേഷന്റെ പ്രൊഡക്ടിവിറ്റി കൂട്ടാനായിട്ട് 1 ബെസ്റ്റ് വേ ആണ് ടൈലർ അസ്യൂം ചെയ്തത്. പക്ഷെ ഇവിടെ അതിൽ നിന്ന് മാറ്റിയിട്ട് ലൈറ്റിംഗ് ദ ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് നോ മാറ്റർ ഹൗ ബ്രൈറ്റ് ഓർ dim they made it, eventually they concluded that the workers were responding to the attention they were getting as a part of the special research study, and this phenomena came to be known as Hawthorne effect. അപ്പൊ ഇവിടെ ഇലൂമിനേഷന്റെ
ഇന്റൻസിറ്റിയിലാണ് ഇവര് സ്റ്റഡി നടത്തിയത്. ഹോത്തോൺ സ്റ്റഡീസ് അങ്ങനെ നടത്തിയത്. അതായത് ലൈറ്റിന്റെ പ്രകാശം കൂട്ടിയും കുറച്ചിട്ടൊക്കെ അവര് സ്റ്റഡീസ് നടത്തി. പക്ഷെ അത് കൂട്ടിയാലും കുറച്ചാലും പ്രോഡക്ടിവിറ്റിയിൽ വലിയ മാറ്റങ്ങളൊന്നും കണ്ടില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ എംപ്ലോയീസിന് മനസ്സിലായി ഞങ്ങൾ ആരോ ശ്രദ്ധിക്കുന്നുണ്ട്. കണ്ടോ, വർക്കേഴ്സ് were responding to the attention they were getting as a part of special research study. റിസർച്ച് സ്റ്റഡിയുടെ ഭാഗമായിട്ട് ഞങ്ങൾ ആരോ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് മനസ്സിലായപ്പോൾ അവരെന്ത് ചെയ്തു, ഈ പ്രോഡക്ടിവിറ്റി കൂട്ടാനായിട്ട് നോക്കി. അവരുടെ പണികളൊന്നും അവർ കുറച്ചില്ല. അപ്പൊ ലൈറ്റ് കൂടിയാലും കുറച്ചാലും അവർക്കൊരു വിഷയമല്ലാതായി. അപ്പൊ അതിനെയാണ് എന്തെന്ന് പറഞ്ഞത്, ഹോത്തോൺ ഇഫക്റ്റ് എന്ന് പറഞ്ഞത്. അതിൽ തന്നെ ഹോത്തോൺ സ്റ്റഡീസിലെ 5 പാർട്സ് ആയിട്ട് പറയുന്നുണ്ട്. ഇത്രയും പറഞ്ഞത് ഓക്കെ ആണോ? പറഞ്ഞേ, ഓക്കെ ആണോ? ഓക്കെ ആണ്. ബാക്കി എല്ലാവർക്കും ഓക്കെ ആണോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ. ഓക്കെ. ഓക്കെ. അപ്പൊ അതിലെ ആദ്യത്തെ എക്സ്പെരിമെന്റ് പറയുന്നുണ്ട്, എക്സ്പെരിമെന്റ്സ് ഓൺ ഇലൂമിനേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെ. അതായത് ലൈറ്റിന്റെ ഇന്റൻസിറ്റി കൂട്ടിയും കുറച്ചും നോക്കും. അപ്പൊ അവിടെ എന്താണ്, അവർക്ക് യാതൊരു പ്രശ്നവും വരുന്നില്ല. എംപ്ലോയീസ് സീംഡ് ടു റെസ്പോണ്ടിങ് പോസിറ്റീവ്ലി ടു ദ നോവൽറ്റി ഓഫ് ദ സിറ്റുവേഷൻ ആൻഡ് വെർ മോട്ടിവേറ്റഡ് ബൈ ദ ഡിസയർ ടു പ്ലീസ് ദ റിസർച്ചേഴ്സ്, ദ ഹോത്തോൺ ഇഫക്ട്. ദ റിസൾട്ട് ഓഫ് ദി സ്റ്റഡി ലെഡ് ടു ദ കൺക്ലൂഷൻ ദാറ്റ് there were some other factors that might be responsible for productivity. അപ്പൊ അവർക്ക് എന്ത് മനസ്സിലായി, ഇന്റൻസിറ്റി അല്ല ഇവിടുത്തെ, അല്ലെങ്കിൽ ലൈറ്റ് ഇലൂമിനേഷൻ ഒന്നല്ല ഇവിടുത്തെ പ്രശ്നം, വേറെ എന്തോ ഒരു ഫാക്ടർ പ്രോഡക്ടിവിറ്റിക്ക് റെസ്പോൺസിബിൾ ആയിട്ടുണ്ട്. ഈ ഇന്റൻസിറ്റി കൂട്ടിയും കുറച്ചിട്ട് പ്രത്യേകിച്ചൊന്നും കാണുന്നില്ല, പ്രോഡക്ടിവിറ്റി കൂടുന്നേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്, അടുത്ത ടെസ്റ്റ് വന്നു, അടുത്ത സ്റ്റഡി വന്നു, റിലേ അസംബ്ലി ടെസ്റ്റ് റൂം. നമ്പർ ഇട്ട് പഠിക്കണം കേട്ടോ. ആദ്യത്തെ എന്താണ്, ഇലൂമിനേഷൻ എക്സ്പെരിമെന്റ് ആണ്. രണ്ടാമത്തെ എന്ന് പറയുന്നത് റിലേ അസംബ്ലി ടെസ്റ്റ് റൂം ആണ്. ഇവിടെ വളരെ ഷോർട്ടായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാരെ തന്നെ എടുത്തിട്ട് ഒരേ സിമിലർ ആയിട്ടുള്ള എംപ്ലോയി ജോലി ചെയ്യുന്ന ജോബായിട്ടുള്ള ആൾക്കാർ തന്നെ ഒരു 10 പേരെ, ഞാൻ എക്സാമ്പിൾ പറയുകയാണ്, ഒരു 10 പേരെ എടുത്തിട്ട് ഒരു റൂമിൽ കൊണ്ടുപോയിട്ടു, സെപ്പറേറ്റ് റൂം. എന്നിട്ട് അവർക്ക് സെപ്പറേറ്റ് ചെയർ, ഫിക്ചേഴ്സ്, ഫുഡ് കാര്യങ്ങളൊക്കെ ആയിട്ട് അവര് സാധാരണ ജോലിക്കാരിൽ നിന്ന് അവരെ സെപ്പറേറ്റ് ചെയ്ത് വെക്കുകയാണ്. ദ വേരിയേഷൻസ് ഇൻ ദ കണ്ടീഷൻസ് അഗെയിൻ പ്രൊഡ്യൂസ്ഡ് എക്സ്ട്രീംലി പസ്ലിംഗ് റിസൾട്ട്. ഈച്ച് ടെസ്റ്റ് പീരീഡ് ഹാഡ് ഹയർ പ്രൊഡക്ഷൻ റെക്കോർഡ്സ് ആൻഡ് ദ പ്രിസീഡിംഗ് മന്ത്. അപ്പോഴും അവിടെ എന്തായി, പ്രൊഡക്ഷൻ കൂടിയുള്ളൂ. ദ റിസർച്ചേഴ്സ് ഫൗണ്ട് ദാറ്റ് ദ പ്രൊഡക്ഷൻ ഇൻക്രീസ്ഡ് ഇറസ്പെക്റ്റീവ് ഓഫ് ദ റെസ്റ്റ് പോസസ് ആൻഡ് ഷോർട്ടർ ഹവേഴ്സ്. അപ്പൊ അവിടെ മാറ്റങ്ങൾ വന്നു. അപ്പൊ അതിൽ അവരെ മോട്ടിവേറ്റ് ചെയ്ത കാര്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയൊരു അറ്റ്മോസ്ഫിയർ ആണ് ഈ എംപ്ലോയീസിനൊക്കെ കിട്ടിയത്. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു 10 പേരെയാണെന്ന്, 10 പേർക്കും പുതിയൊരു അറ്റ്മോസ്ഫിയർ കിട്ടി. അവരുടെ ജോലിയിലേക്കുള്ള ഡിസ്റ്റൻസിൽ മാറ്റം വന്നു, ഡെയിലി ജോലിക്ക് പോകുന്നതിന്റെ ദൂരത്തിൽ മാറ്റം വന്നു, അവർ കഴിക്കുന്ന ഭക്ഷണത്തിൽ മാറ്റം വന്നു, അവർ താമസിക്കുന്ന സ്ഥലത്ത് മാറ്റം വന്നു, അവർ ജോലി ചെയ്യുന്ന അറ്റ്മോസ്ഫിയറിന് മാറ്റം വന്നു. ഇതൊക്കെ മാറ്റം വന്നപ്പോ എന്തായി, ഒരു പുതിയൊരു അറ്റ്മോസ്ഫിയറിനെ അവിടെ അഡാപ്റ്റ് ചെയ്തപ്പോ അവരുടെ പ്രോഡക്ടിവിറ്റി കൂടാണ് ഉണ്ടായത്. അപ്പോഴും മൂന്നാമത്തെ സ്റ്റഡിക്ക് കാരണമായി. ഇതുമല്ല ഫാക്ടർ, വേറെ എന്തോ ആണ് ഫാക്ടർ എന്ന രീതിയിൽ അടുത്ത സ്റ്റഡി വരികയാണ്, മാസ് ഇന്റർവ്യൂയിങ് പ്രോഗ്രാം. ഓക്കെ ആണോ പറഞ്ഞത്? ഓക്കെ ആണോ? ഓക്കെ ആണ്. ഇനി മാസ് ഇന്റർവ്യൂയിങ് പ്രോഗ്രാം. അവര് ഇന്റർവ്യൂ നടത്തുകയാണ്. എങ്ങനെയാണ് നിങ്ങളുടെ വർക്കിംഗ് കണ്ടീഷൻ, എങ്ങനെയാണ്, അല്ലെങ്കിൽ ഹയർ പൊസിഷനിലുള്ളവരുമായിട്ടുള്ള റിലേഷൻ എങ്ങനെയാണെന്നൊക്കെ ജസ്റ്റ് ഒരു ഇന്റർവ്യൂക്ക് വേണ്ടിയിട്ട് സൂപ്പർവൈസേഴ്സിനെ സെലക്ട് ചെയ്യും. അങ്ങനെ ഇന്റർവ്യൂ നടത്തുന്നു. അപ്പോഴും പോസിറ്റീവ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് ആണ് കിട്ടുക. It was also found that the employees reacted differently to the same surrounding. Further, they were responding as a part of social organization of the group in which they worked in relation to their position in the group. അവര് റെസ്പോണ്ട് ചെയ്ത് എങ്ങനെയാ, എന്നെ ഇന്റർവ്യൂ നടത്തുന്നുണ്ട്, അപ്പൊ ഞാൻ ഈ കമ്പനിയുടെ ആരോ ആണ്, അല്ലെങ്കിൽ ഞാൻ ഈ കമ്പനിയുടെ ഒരു ഭാഗമായതുകൊണ്ടല്ലേ എന്നെ ഇന്റർവ്യൂ ചെയ്യുന്നത്. അപ്പൊ അവര് പോസിറ്റീവായിട്ട് അതിനെ റെസ്പോണ്ട് ചെയ്തു. അപ്പോഴും എന്താണ്, നല്ല രീതിക്കുള്ള ഒരു പ്രോഡക്ടിവിറ്റിയാണ് അവിടെ കണ്ടത്. അപ്പൊ അടുത്ത സ്റ്റഡീസ് വരികയാണ്, ബാങ്ക് വയറിംഗ് ഒബ്സർവേഷൻ റൂം. Bank wiring observation room. The fourth study attempted to examine the existence of social groups within the company. ഇവിടെ സോഷ്യൽ ഗ്രൂപ്പുകളെ പറ്റിയിട്ടാണ്. അതായത് സൂപ്പർവൈസറും എംപ്ലോയിയും തമ്മിലുള്ള റിലേഷൻ. അവിടെ ഫോർമൽ റിലേഷൻഷിപ്പും ഇൻഫോർമൽ ഗ്രൂപ്പിംഗും രണ്ടും ചെക്ക് ചെയ്തു. ഇൻഫോർമൽ ഗ്രൂപ്പിംഗ് നോക്കി. ഇറ്റ് വാസ് ഒബ്സർവ്ഡ് ഇൻ ദ ഫസ്റ്റ് വീക്ക് ദാറ്റ് men appeared to be working all the time and were cautious towards the observer. അപ്പൊ ആരോ ഒബ്സർവർ ആരോ ഉണ്ട്, നിങ്ങളല്ലേ എംപ്ലോയീസ് വർക്ക് ചെയ്തത് ഒബ്സർവ് ചെയ്യാൻ ആരോ ഉണ്ട്. അപ്പൊ അവര് ഫസ്റ്റ് വീക്ക് എന്തായിരുന്നു, അതിനോട് പോസിറ്റീവ്ലി റെസ്പോണ്ട് ചെയ്തു. നല്ല രീതിക്ക് ആരോ ഒബ്സർവ് ചെയ്യുന്നുണ്ട് എന്നുള്ള ധാരണയിൽ പ്രോഡക്ടിവിറ്റി കൂട്ടി. പക്ഷെ അവര് പിന്നീട് അത് മാറ്റി. The employees feared that because they were being studied, the company is eventually going to raise the amount of work they were expected to each day. അവരെന്ത് ചെയ്തു, ഇവരിങ്ങനെ
പഠനത്തിന് വേണ്ടി എന്തോ ഒരു റിസർച്ചിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ പണി കൂടാനുള്ള സാധ്യതയുണ്ട്, ഡെയിലി ടാസ്ക് കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് പ്രൊഡക്ടിവിറ്റി കുറയ്ക്കാം. അങ്ങനെ കണ്ടു. ഇതാണ് 4ാമത്തെ സ്റ്റഡീസിൽ മാത്രമാണ് എന്ത് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടിയത്. അപ്പൊ പ്രൊഡക്ടിവിറ്റി കുറയാനുള്ള ഒരു കാരണം ഇവർക്ക് ഈ ഒരു സ്റ്റഡിയിൽ നിന്ന് കിട്ടി. In order to get limited task or work, the men within the informal group agreed to keep their output low even if they get a lesser wage. കണ്ടോ, അവർക്ക് ശമ്പളം കുറഞ്ഞാലും വേണ്ടിയില്ല, അവരെന്ത് ചെയ്തു, അവരുടെ ഔട്ട്പുട്ട് കുറയ്ക്കാനായിട്ട് അവർ തീരുമാനിച്ചു. Further, the emergence of intricate social organization was observed that they tried to protect the group. In contradiction to the results of the first study, where productivity rose, this study revealed a restriction in the production output. അപ്പൊ ആദ്യത്തെ 3 സ്റ്റഡീസിലും കണ്ട പോലെയല്ല ഇവിടെ കണ്ടത്. ഇവിടെ പ്രോഡക്ടിവിറ്റി കുറയുന്നതായിട്ടുള്ള ഒരു ഫാക്ടർ കണ്ടെത്തി. ഇനി അടുത്തത് പേഴ്സണൽ കൗൺസിലിംഗ് ആണ്. പേഴ്സണൽ കൗൺസിലിംഗ് 2 ഒബ്ജക്റ്റീവ് ആണ് മെയിൻ ആയിട്ട് നോക്കുന്നത്. ഫസ്റ്റ്, ടു ഡയഗ്നോസ് ദ പ്രോബ്ലം ഓഫ് എംപ്ലോയീസ് ആൻഡ് വർക്ക് വിത്ത് സൂപ്പർവൈസേഴ്സ് ഓൺ ദെയർ മെത്തേഡ് ഓഫ് സൂപ്പർവിഷൻ. അപ്പൊ എന്താണ് അവരുടെ സൂപ്പർവിഷനിലെ ഇതില് ഇപ്പൊ എംപ്ലോയീസും അല്ലെങ്കിൽ സൂപ്പർവൈസേഴ്സിന്റെ ഇടയിലുള്ള പ്രോബ്ലംസ് ഡയഗ്നോസ് ചെയ്യാം. ആൻഡ് സെക്കൻഡ് വാസ് ടു ഇംപ്രൂവ് ദ മെത്തേഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ വിത്തിൻ ദ കമ്പനി. കമ്പനിയുടെ ഉള്ളിലെ കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യാം. അതായിരുന്നു 2 എയിം ആയിരുന്നു ഈ പേഴ്സണൽ കൗൺസിലിംഗിൽ ഉണ്ടാകുന്നത്. ദി സ്റ്റഡി എൻഹാൻസ്ഡ് ദ പേഴ്സണൽ അഡ്ജസ്റ്റ്മെന്റ്, സൂപ്പർവൈസർ എംപ്ലോയി റിലേഷൻ, എംപ്ലോയി മാനേജ്മെന്റ് റിലേഷൻ. അപ്പൊ ഇതിലൂടെ എന്തൊക്കെ അവർക്ക് എൻഹാൻസ് ചെയ്യാനായിട്ട് പറ്റും? പേഴ്സണൽ അഡ്ജസ്റ്റ്മെന്റ്, സൂപ്പർവൈസർ എംപ്ലോയി ആൻഡ് എംപ്ലോയി മാനേജ്മെന്റ് റിലേഷൻ. 5 കാര്യങ്ങൾ നമ്മൾ ഹോത്തോൺ സ്റ്റഡീസിലുള്ള 5 കാര്യങ്ങളാണ് പറഞ്ഞത്. 5ഉം ഓർഡർ തെറ്റാതെ എഴുതണം. കാരണം എന്താണ്, ഒരു സ്റ്റഡിയുടെ പിന്നാലെയാണ് അതിന്റെ റിസൾട്ടിനെ ബേസ് ചെയ്തിട്ടാണ് സെക്കൻഡ് സ്റ്റഡി വന്നിട്ടുള്ളത്, അതിന്റെ റിസൾട്ടിനെ ബേസ് ചെയ്തിട്ടാണ് തേർഡ് വന്നിട്ടുള്ളത്. അപ്പൊ നമ്മളത് ഓർഡർ തെറ്റിക്കാതെ എഴുതണം. ആദ്യത്തെ എക്സ്പെരിമെന്റ്സ് ഓൺ ഇലൂമിനേഷൻ, റിലേ അസംബ്ലി ടെസ്റ്റ് റൂം, മാസ് ഇന്റർവീനിങ് പ്രോഗ്രാം, ബാങ്ക് വയറിംഗ് ഒബ്സർവേഷൻ റൂം, പേഴ്സണൽ കൗൺസിലിംഗ്. ഓക്കെ ആണോ? ഇനി അടുത്തത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ഫീൽഡ് ഓഫ് ഓബിറ്റ്യൂഡ്. ഫസ്റ്റ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, വരുന്ന റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. OB seeks the betterment of human resources. ഹ്യൂമൻ റിസോഴ്സസിന്റെ ബെറ്റർമെന്റ്, അതായത് മനുഷ്യ വിഭവ ശേഷികൾ മെച്ചപ്പെടുത്തുക, അതാണ് OBയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ എന്തൊക്കെ എഴുതാം? തൊഴിലാളികളുടെ അല്ലെങ്കിൽ എംപ്ലോയീസിന്റെ സ്കിൽസ് വർദ്ധിപ്പിക്കുക, അവരുടെ സാറ്റിസ്ഫാക്ഷൻ വർദ്ധിപ്പിക്കുക, അവരുടെ കൂടുതൽ എന്താ പറയുക റെസ്പോൺസിബിലിറ്റി കൂട്ടുക, ഇതൊക്കെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ ഒരു സ്റ്റഡി പറയുന്നത്, ദിസ് മാനേജ്മെന്റ് സ്റ്റൈൽ കോൾഡ് തിയറി എക്സ് ബൈ ഡോഗ്ലസ് മെക്ഗ്രിഗർ assumed that people dislike work about responsibility and need strict supervision. It leads to distrust, strict rules and negative work environment. തിയറി എക്സ് പറയുന്നുണ്ട്, നമ്മളിത് കുറച്ച് കഴിഞ്ഞിട്ട് ഈ ലാസ്റ്റത്തെ ഒരു ചാപ്റ്ററിലും കൂടെ ഇത് പഠിക്കും. തിയറി എക്സിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഡോഗ്ലസ് മെക്ഗ്രിഗർ ആണ് ഇതിന്റെ ആള്. അതായത് എംപ്ലോയീസ് ഒക്കെ മടിയന്മാരാണ്, അതാണ് തിയറി എക്സിൽ പറയുന്നത്. അപ്പൊ ഒരു സ്ട്രിക്റ്റ് സൂപ്പർവിഷൻ കൊടുത്തില്ലെങ്കിൽ അവർ പണിയെടുക്കില്ല. അപ്പൊ ഈ ഒരു ഇങ്ങനെ ഒരു സ്ട്രിക്റ്റ് സൂപ്പർവിഷൻ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും? ലെഡ് ടു ഡിസ്ട്രസ്റ്റ്. എംപ്ലോയീസിന് ഒരു ട്രസ്റ്റ് ഉണ്ടായിരിക്കില്ല, മാനേജ്മെന്റിനോട് ഒരു വിശ്വാസം അടുപ്പം ഒന്നും ഉണ്ടായിരിക്കില്ല, സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസ് ആയിരിക്കും, നെഗറ്റീവ് വർക്ക് എൻവയറമെന്റ് ആയിരിക്കും. എന്നാൽ ഇപ്പൊ ഒട്ടുമിക്ക കമ്പനികളും ഫോളോ ചെയ്യുന്നത് എങ്ങനെയാണ്? തിയറി വഴിയാണ്. എന്താണ്? കുറച്ചും കൂടി ഇന്ററാക്റ്റഡ് ആണ്, മാനേജ്മെന്റും എംപ്ലോയീസും തമ്മിൽ നല്ല കമ്മ്യൂണിക്കേഷനും റിലേഷനും ഒക്കെ ഉണ്ടായിരിക്കും, ഭയങ്കര ഓപ്പൺ ആയിട്ടുള്ള ഒരു റിലേഷൻ ആയിരിക്കും ഇവരുടെ ഇടയിൽ ഉണ്ടായിരിക്കുക. ദിസ് മോഡേൺ അപ്രോച്ച് ഫോക്കസസ് ഓൺ ഡെവലപ്പിംഗ് എംപ്ലോയി സ്കിൽ, മോട്ടിവേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി, സീയിങ് ദം ആസ് എ വാല്യുബിൾ റിസോഴ്സ്. കണ്ടോ, അപ്പൊ എംപ്ലോയീസിന് ഇവിടെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു റിസോഴ്സസ് ആയിട്ടാണ് കാണുന്നത്. അവരുടെ സ്കിൽസും മോട്ടിവേഷനും ക്രിയേറ്റിവിറ്റിയും ഒക്കെ എൻഹാൻസ് ചെയ്യാനായിട്ടാണ് ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുന്നത്. അതാണ് ആദ്യത്തെ ക്യാരക്ടറിസ്റ്റിക്സിൽ പറയുന്നത്. ഇനി അടുത്തത് ഒരു കണ്ടിൻജൻസി അപ്രോച്ച് ആണ്. യൂസസ് എ കണ്ടിൻജൻസി അപ്രോച്ച്, അതായത് ഇവിടെ OB അതായത് ഓർഗനൈസേഷൻ ബിഹേവിയർ അതായത് ഈ ഓർഗനൈസേഷന്റെ റൂൾസ് എപ്പോഴും എല്ലായിടത്തും ഒരുപോലെയല്ല, അതിൽ മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. അതാണ് ഈ ഒരു കണ്ടിൻജൻസി അപ്രോച്ച് എന്ന് പറയുന്നത്. അതായത് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ബേസ്ഡ്, ഓർഗനൈസേഷൻ ബേസ്ഡ്, കൾച്ചർ ബേസ്ഡ് ഒക്കെ എങ്ങനെ ഉണ്ടായിരിക്കും?
ഡിഫറെന്റ് ആയിരിക്കും. അതാണ് ഈ ഒരു കണ്ടിൻജൻസി അപ്രോച്ച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കണ്ടോ, വർക്ക് പ്ലേസ് ബിഹേവിയർ ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ മെനി ഫാക്ടേഴ്സ് സച്ച് ആസ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ, കൾച്ചർ, റിലേഷൻഷിപ്പ്, ലൈഫ് സ്റ്റൈൽ ആൻഡ് പേഴ്സണൽ ഡിഫറൻസസ്. കണ്ടോ, ഇതിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ എന്താണ്, ഓർഗനൈസേഷണൽ ബിഹേവിയറിന് ഒരു കണ്ടിൻജൻസി അപ്രോച്ചസ് ആണ്. അതായത് സിറ്റുവേഷൻ അനുസരിച്ചാണ്, സാഹചര്യത്തിനനുസരിച്ചാണ്. ദ ബെസ്റ്റ് മെത്തേഡ് ഡിപ്പെൻഡ്സ് ഓൺ ദ സിറ്റുവേഷൻ. അതാണ് മെയിൻ ആയിട്ടുള്ള പോയിന്റ്. ഓക്കെ ആണോ? 2 ക്യാരക്ടറിസ്റ്റിക്സ് ഇപ്പൊ പറഞ്ഞു. ഓക്കെ ആണോ? ബാക്കി നിങ്ങളെ എക്സ്പാൻഡ് ചെയ്ത് പഠിക്കണം കേട്ടോ. നമുക്കിത് ഫുള്ള് വായിച്ചിട്ട് ക്ലാസ് എടുക്കാനുള്ള ടൈമില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു ബേസ് ആയിട്ടുള്ള ഒരു ഐഡിയ തന്നിട്ട് ഇങ്ങനെ പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് ബാക്കി വായിച്ചു നോക്കുമ്പോൾ ഏകദേശം ഒരു ധാരണ കിട്ടും. പിന്നെ ഈ ഫസ്റ്റ് ചാപ്റ്ററിന്റെ നോട്ട് ഞാൻ ഇട്ടിരുന്നുണ്ട്. അത് നമ്മുടെ ടെക്സ്റ്റിനെ ബേസ് ചെയ്ത് ഭയങ്കര എൻ്റർലി ഡിഫറെന്റ് ആയിട്ടാണ് ഞാൻ നോട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. കാരണം ടെക്സ്റ്റിൽ ഇങ്ങനെ അത്യാവശ്യം ഇങ്ങനെ കടല് പോലെ ഇങ്ങനെ അത്യാവശ്യം എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ ഇങ്ങനെ ഷോർട്ട് ആക്കിയിട്ടുള്ള ഒരു നോട്ടാണിത്. ഈ നോട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് ചാപ്റ്ററിന്റെ ഞാൻ ഇട്ടിട്ടുണ്ട്. ബാക്കി പിന്നെ റിവിഷന്റെ റെക്കോർഡിങ്സ് ഉണ്ടായിരിക്കും, അതിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് നോക്കാം. ബാക്കി നിങ്ങൾ എക്സ്പാൻഡ് ചെയ്ത് പഠിക്കാം. ഏകദേശം ഒരു ഐഡിയ കിട്ടുന്നുണ്ടോ? ഇതേപോലെ പോയാൽ മതിയോ? ഓക്കെ 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 താങ്ക് യു. അപ്പൊ ഇനി അടുത്തത് OB ഹാസ് എ മൾട്ടി ഡിസിപ്ലിനറി ഫോക്കസ്. ഒരുപാട് മേഖലയിലേക്ക് ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഓർഗനൈസേഷൻ മാത്രം പിടിച്ചിരിക്കുന്നില്ല, മൾട്ടി ഡിസിപ്ലിനറി ഫോക്കസ് ആണ്. അതായത് OB ഒരു സയന്റിഫിക് ഫീൽഡിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നില്ല. സൈക്കോളജിയിലുണ്ട്, സോഷ്യോളജിയിലുണ്ട്, ആന്ത്രപ്പോളജിയിലുണ്ട്, എക്കണോമിക്സിലുണ്ട്, മാനേജ്മെന്റിലുണ്ട്. അത്രയും എഴുതിയാൽ മതി നമുക്ക്. No, among these have contributed to the study of OB are psychology, social psychology, sociology, engineering, anthropology, management, even medicine. മെഡിസിനിൽ പോലും നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഓർഗനൈസേഷണൽ ബിഹേവിയർ യൂസ് ചെയ്യാം. അടുത്തത് പറയുന്നത് OB recognizes organizations as an open system. ഒരു ഓപ്പൺ സിസ്റ്റം ആയിട്ടാണ്. അതായത് ഒരു കമ്പനീനെ നമ്മൾ ഒരു ഓപ്പൺ സിസ്റ്റം ആയിട്ട് കാണാം. അതായത് അത് എൻവയറമെന്റിൽ നിന്ന് ഇൻപുട്ട് വരുന്നുണ്ട്. ഈ ഡയഗ്രാം വരയ്ക്കണം കേട്ടോ. ഈ ക്യാരക്ടറിസ്റ്റിക്സ് എഴുതുമ്പോൾ ഈ ഒരു ഡയഗ്രാം വരയ്ക്കണം. അതായത് ഇൻപുട്ട് എന്ന് പറയുന്നത് എന്താ? എൻവയറമെന്റിൽ നിന്ന്, കണ്ടോ, ഇത് ഓർഗനൈസേഷൻ ആണ്. ഓർഗനൈസേഷന്റെ ഉള്ളിലേക്ക് ഇൻപുട്ട്. ഫോർ എക്സാമ്പിൾ നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്കൂൾ എടുക്കാം. സ്കൂളിന്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് അവിടുത്തെ ടീച്ചേഴ്സ്, പ്രിൻസിപ്പൽസ്, ചെയർ, ബെഞ്ച്, ഡെസ്ക്, ടേബിള്, ഫർണിച്ചേഴ്സ്, ഇന്റീരിയേഴ്സ്, ഇതൊക്കെ ഇൻപുട്ടാണ്. അതായത് ആ ഒരു സ്കൂള് നല്ല രീതിക്ക് വർക്ക് ചെയ്ത് പോവാൻ എന്തൊക്കെ അവിടെ അത്യാവശ്യമുണ്ടോ അതിനൊക്കെ നമുക്ക് ഇൻപുട്ട് ആണെന്ന് പറയാം. പിന്നെ പ്രോസസ്സുകൾ, കാരണം അവിടെ അതിൻ്റെ ഉള്ളിൽ വർക്ക് നടക്കുന്നുണ്ട്. ടീച്ചേഴ്സും പ്രിൻസിപ്പൽസും സ്റ്റുഡൻസ് ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അതിനനുസരിച്ച് എന്ത് കിട്ടും? ഔട്ട്പുട്ട് കിട്ടും. ഔട്ട്പുട്ട് കിട്ടുമ്പോൾ എന്താണ്? ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താ? നല്ല ഔട്ട്പുട്ടാണ്. കുട്ടികൾക്ക് നല്ല മാർക്ക് ഉണ്ട്. അക്കാഡമിക് അല്ലാത്ത അതർ ആക്ടിവിറ്റീസ് അവിടെ നടക്കുന്നുണ്ട്. പല മേഖലകളിൽ കുട്ടികൾ നല്ല രീതിക്ക് വളർന്നു വരുന്നുണ്ട്. അപ്പൊ അവരൊരു ഗോളിലെത്തി. ഗോളിലെത്തുമ്പോ എന്താണ്? ഫീഡ്ബാക്ക് വന്നു. കുട്ടികളുടെ പാരന്റ്സും സ്കൂളിന്റെ അടുത്തുള്ളവരൊക്കെ നല്ല നല്ല ഫീഡ്ബാക്ക് പറഞ്ഞു. അപ്പൊ ഫീഡ്ബാക്കിന്റെ കൂടെ എവിടേക്ക് എത്തും? പിന്നെ ഇൻപുട്ടിലേക്ക് എത്തും. പുതിയ സ്റ്റുഡൻസ് പിന്നെയും വരുന്നു. ഈ ഒരു സ്കൂള് നന്നായിട്ട് വളരുന്നു. അതാണ് ഈ ഒരു ഓപ്പൺ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു പിക്ചർ മനസ്സിലാക്കിയിട്ട് ബാക്കി അതേ സംഭവം തന്നെ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തേക്കുന്നത് കേട്ടോ. ഇൻ ആൻ ഓപ്പൺ സിസ്റ്റം ദ ബൗണ്ടറീസ് ഓഫ് എൻ ഓർഗനൈസേഷൻ ആർ പെർമിയബിൾ ടു ദ എക്സ്റ്റേണൽ എൻവയറമെന്റ്. കേട്ടോ, പെർമിയബിൾ ആണ്. ഇതിന്റെ ഉള്ളിലേക്ക് എന്തിനേയും കയറ്റി വിടാം. ഈ ഒരു സ്കൂളിലേക്ക് ആർക്കും കയറി വരാം, ഏത് സ്റ്റുഡൻസിനും കയറി വരാം, ഏത് ടീച്ചേഴ്സിനും അപ്ലൈ ചെയ്യാം. പെർമിയബിൾ ആണ്. സച്ച് ആസ് സപ്ലയേഴ്സ്, കസ്റ്റമേഴ്സ് ആൻഡ് ഗവൺമെന്റ് റെഗുലേഴ്സ്. എന്നിട്ട് അവിടെ പ്രോസസ് നടക്കുന്നു, അതിന്റെ ഔട്ട്പുട്ട് കിട്ടുന്നു, ഒരു ഗോളിലെത്തുന്നു. അപ്പൊ ഗോളിലെത്തുമ്പോ എന്താണ്? അവിടെ നിന്ന് ഫീഡ്ബാക്ക് വരും. ഈ ഫീഡ്ബാക്ക് ഇൻപുട്ട് ആയിട്ട് പിന്നെയും അവിടേക്ക് തിരിച്ചു പോകും. ഇതാണ് ഈ ഒരു ഡയഗ്രാം. ഓക്കെ ആണോ? അതാണ് അടുത്ത ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പൊ ആ ഒരു ഡയഗ്രാം വരയ്ക്കണം കേട്ടോ. അടുത്ത പറയട്ടെ. OB adopts a cross cultural approach. അതായത് ഒരു കമ്പനി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കും? ഡിഫറെന്റ് കൾച്ചേഴ്സ് ഉള്ള ആൾക്കാരുണ്ടായിരിക്കും. പിന്നെ ഇപ്പൊ തന്നെ അല്ലെ നമ്മുടെ നാട്ടില് പണിയെടുക്കുന്നവര് ബംഗാളികളുണ്ട്, തമിഴന്മാരുണ്ട് അല്ലെ. അപ്പൊ പല ഭാഷകളിൽ നിന്ന് വരുന്ന, പല രാജ്യത്ത് നിന്ന്, പല സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാരുണ്ടായിരിക്കും. അവർക്കൊക്കെ ഡിഫറെന്റ് ബിലീഫ്സും വാല്യൂസും ഒക്കെ ഉണ്ടായിരിക്കും. അപ്പൊ ഇത്രയും വെറൈറ്റി അല്ലെങ്കിൽ
ഡൈവേഴ്സിറ്റിയിൽ അവിടെ ജോലി ചെയ്യുമ്പോൾ എന്തായിരിക്കും, ഈ ഒ ബിക്ക് ക്രോസ് കൾച്ചറൽ അപ്രോച്ച് ഉണ്ടായിരിക്കും. അതായത് ഈ ഒരു കൾച്ചർ ഡിഫറൻസസ് മനസ്സിലാക്കിയിട്ടായിരിക്കും എന്ത് ഒ ബി അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഓർഗനൈസേഷണൽ ബിഹേവിയർ സ്റ്റഡി അവിടെ നടക്കുന്നത് എന്താണ്, ഈ ഡിഫറെന്റ് കൾച്ചേഴ്സ് ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും. ഇതാണ് ഒ ബി അഡോപ്റ്റ്സ് ക്രോസ് കൾച്ചറൽ അപ്രോച്ച് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അപ്പൊ ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞു, ബാക്കി നിങ്ങൾ വിശദീകരിച്ച് പഠിക്കുക. ഓക്കെ ആണ്? ഇതിൽ എന്തെങ്കിലും, ഈ ഒരു ചാപ്റ്ററിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഈ ചാപ്റ്ററിന്റെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള വീഡിയോ ഞാൻ ഇട്ട് തരുന്നുണ്ട് കേട്ടോ. ഇത് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ള വീഡിയോ ആണ്, അത് ഇട്ട് തരുന്നുണ്ട്. ഓക്കെ ആണല്ലോ? ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് പറയാം. ഓക്കെ, ഇനി അടുത്തത് സെക്കൻഡ് ചാപ്റ്റർ. സെക്കൻഡ് ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ക്വസ്റ്റ്യൻസ്. Discuss the issues and challenges facing the organization in dealing with the behavior of the employees in challenging globalized market. ആകെ ഒരൊറ്റ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളൂ, പക്ഷെ അത് അത്യാവശ്യം എഴുതാനായിട്ടുണ്ട്. എവിടെ തൊട്ട് തുടങ്ങും? കണ്ടംപററി ഇഷ്യൂസ് ആൻഡ് ചലഞ്ചസ്. അതായത് ഒരു ഓർഗനൈസേഷണൽ ബിഹേവിയർ ഒരു ഓർഗനൈസേഷൻ ഇപ്പോ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് ചാലഞ്ചസ് ഒക്കെ എന്താണ്? അതിൽ ആദ്യത്തെയാണ് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ആൻഡ് സെക്ഷൽ ഹാരാസ്മെന്റ്. അപ്പൊ അതായത് ജെൻഡറിനെ ബേസ് ചെയ്തിട്ട് എന്തുണ്ടായിരിക്കും, അവർക്കുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ് നഷ്ടപ്പെടുത്തുക. അതേപോലെ തന്നെ സാലറിയിൽ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. ഇവിടെ എഴുതിയിട്ടുണ്ട്, ദ ജെൻഡർ സെൻസിറ്റൈസേഷൻ ഈസ് എ വെരി ക്രൂഷ്യൽ ആസ്പെക്ട് ആൻഡ് employees as well as the employees need to be aware of its significance. The issue of gender discrimination needs to be dealt with an urgency to maintain the motivation and commitment of the employees and the productivity of the employees. Sexual harassment is also an issue which needs to be avoided or discouraged in organization. കണ്ടോ? ഫോർ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് എന്താ, വുമൺ ആർ സ്റ്റിൽ നോട്ട് ഗിവൻ ഹയർ ഓപ്ഷൻസ്. സ്ത്രീകൾക്ക് ഹയർ പൊസിഷൻസ് ഒരു ഓർഗനൈസേഷനിൽ കിട്ടുന്നില്ല. അതൊരു എക്സാമ്പിൾ ആണ്. ഇവിടെയാണ് ഇപ്പൊ ജെൻഡറിനെ ബേസ് ചെയ്തിട്ട് എന്താണ്, അവസരങ്ങൾ ഇല്ലാതാകുന്നുണ്ട്, അവരുടെ ഓപ്പർച്യൂണിറ്റീസ് നഷ്ടപ്പെടുത്തുന്നുണ്ട്, സാലറിയിൽ ഡിഫറൻസുകളുണ്ട്, പിന്നെ സെക്ഷൽ ഹാരാസ്മെന്റ് അതേപോലെ തന്നെ ഓരോ ഇതൊക്കെ എന്താണ്, ഓരോ ചാലഞ്ചസ് ആണ്. ഇനി അടുത്തത് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ആൻഡ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്. അതായത് പ്രൊഡക്ടിവിറ്റിയിലും സർവീസിലും എന്തുണ്ട്, കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഇംപ്രൂവ്മെന്റ് വേണം. അതാണ് ഇവിടെ മെയിൻ ആയിട്ടുള്ള എയിം. അപ്പൊ ഇതിൽ എന്ത് വേണം, എല്ലാ ജീവനക്കാരും എല്ലാ എംപ്ലോയീസും ഒരുപോലെ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. എന്നെങ്കിൽ മാത്രമേ ഈ ഒരു ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് അല്ലെങ്കിൽ ടോട്ടൽ ക്വാളിറ്റി മാനേജ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ അതൊരു ചലഞ്ചാണ്. കാരണം എന്താണ്, എല്ലാവരെയും ഒരുപോലെ പങ്കെടുപ്പിക്കുക എന്നുള്ളത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ ഫോളോയിങ് ആർ ദ കോമ്പോണൻസ് ഓഫ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്: priority and intense focus on the customer, concern for continuous improvement or organizational processes, enhancing and continuously improving the quality, technology and structure of the organization, accurate measurement, empowering the employees. ഇതൊക്കെയാണ് ഇത് ഫോളോയിങ് കോമ്പോണൻസ്, അതായത് ക്വാളിറ്റി മാനേജ്മെന്റിന്റെ കോമ്പോണൻസ്. ഇനി അടുത്തത് ഇംപ്രൂവിങ് സ്കിൽസ് കൂട്ടുക. അതായത് ടെക്നോളജി ഇങ്ങനെ മാറി മാറി വരികയാണ്. അപ്പൊ അതിനനുസരിച്ച് എന്ത് വേണം, എംപ്ലോയീസിന്റെ സ്കിൽസ് അല്ലെങ്കിൽ അവർക്ക് ട്രെയിനിങ് കൊടുത്തിട്ട് അവർക്ക് ആ ഒരു ടെക്നോളജിക്കൊപ്പം അവർക്ക് മാറ്റങ്ങൾ വരുത്തുക. അതൊരു ചാലഞ്ചാണ്. ഇനി അടുത്തത് വർക്ക് ഫോഴ്സ് ഡൈവേഴ്സിറ്റി പറയുന്നുണ്ട്. വർക്ക് ഫോഴ്സ് ഡൈവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്, നേരത്തെ പറഞ്ഞ പോലെ കൾച്ചറിൽ വ്യത്യാസം ഉണ്ടായിരിക്കും, ഏജിൽ ഡിഫറൻസ് ഉണ്ടായിരിക്കും, ജെൻഡറിൽ ഡിഫറൻസ് ഉണ്ടായിരിക്കും, പിന്നെ അതുപോലെ തന്നെ സ്ട്രക്ചർ, അവരുടെ എബിലിറ്റീസ്, ഡിഫറെന്റ് സൊസൈറ്റീസ്, ഇതൊക്കെ എന്തുണ്ടായിരിക്കും, ഒരു ഓർഗനൈസേഷനിലുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ ഒരേപോലെ മെയിൻറ്റെയിൻ ചെയ്ത് അല്ലെങ്കിൽ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളത് എന്താണ്, അക്കോർഡിംഗ് ടു എൻ ഓർഗനൈസേഷൻ ഇറ്റ്സ് എ വെരി കോമൺ ചാലഞ്ച് ആണ് അത്. ഇനി അടുത്തത് ഗ്ലോബലൈസേഷൻ. Globalization is a phenomenon which has promoted trade and business at the international level. The organization have transformed to multinationals and have branches in different countries. അപ്പോൾ ഗ്ലോബലൈസേഷൻ എന്ന് പറയുമ്പോൾ എന്താ, ആഗോളവൽക്കരണമാണ്. മൾട്ടിനാഷണലിലോട്ട് ട്രാൻസ്ഫോം ചെയ്യാണ്. ഡിഫറെന്റ് കൺട്രീസ്, പല രാജ്യങ്ങളിലായിട്ട് ഒരുപാട് ബ്രാഞ്ചസ് ഒക്കെ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം. അപ്പൊ അതൊക്കെ ഒരേപോലെ ഡീൽ ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്, അതും ഒരു ചലഞ്ചാണ്. എംപ്ലോയി എംപവർമെന്റ്, അതായത് എംപ്ലോയീസിനെ എന്താ പറയാ, അവർക്കും കൂടെ അധികാരം കൊടുക്കുക.
അതായത് ചില തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അവരെയും കൂടെ പങ്കെടുപ്പിക്കുക. അപ്പൊ എന്താണ് അവരുടെ ആ ഒരു കോൺഫിഡൻസ്, അവരുടെ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ കൂട്ടാനായിട്ട് പറ്റും. അതാണ് എംപ്ലോയി എംപവർമെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തത് ചേഞ്ച് മാനേജ്മെന്റ്. ഇപ്പൊ പുതിയ ടെക്നോളജിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ അതിനനുസരിച്ച് എന്ത് വേണം, മാനേജ്മെന്റിൽ മാറ്റങ്ങൾ ഉണ്ടായിരിക്കണം. പുതിയ റൂൾസും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാം. അപ്പൊ ജീവനക്കാർക്ക് ചിലപ്പോൾ ഇതിനോട് എതിർപ്പ് ഉണ്ടായിരിക്കാം. ദേ നീഡ് ടു ബി ഫ്ലെക്സിബിൾ, കീപ്പ് ഓൺ ഇംപ്രൂവിംഗ് ദയർ ക്വാളിറ്റി, ബി കോമ്പറ്റേറ്റീവ് ആൻഡ് കാപ്പബിൾ ടു മാനേജ് ചേഞ്ച്. അപ്പൊ ഈ വരുന്ന ചേഞ്ചസിനോട് അവർ കാപ്പബിൾ ആയിരിക്കണം. ചിലവർ അതിനോട് റെസിസ്റ്റൻസ് ആയിട്ടൊക്കെ നിന്നു വരാം. അപ്പൊ അതൊക്കെ മാനേജ് ചെയ്തു പോവാന്നുള്ളത് എന്താണ്, ബുദ്ധിമുട്ടാണ്. അതും ഒരു ചാലഞ്ച്. ഒരു മിനിറ്റ്, ഞാനൊന്ന് കോൾ എടുക്കട്ടെ. ഷോ മ്യൂട്ട് ആയിരുന്നു. മാറ്റി കുറച്ചു നേരം പറഞ്ഞു. വർക്ക് ലൈഫ് ബാലൻസ് വരല്ലേ നിങ്ങൾ കേട്ടത്? വർക്ക് ബാലൻസ് അല്ലെ? ഒന്നുകൂടെ പറയാം കേട്ടോ. ഞാൻ മ്യൂട്ട് ആക്കിയത് മറന്നുപോയി. അതായത് രണ്ടും കൺസിഡർ ചെയ്യുക. എംപ്ലോയീസിന്റെ ഫാമിലി മെമ്പേഴ്സ്, ഫാമിലി ലൈഫ്, അതേപോലെ അവരുടെ പേഴ്സണൽ ലൈഫും അവരുടെ വർക്കിംഗ് കണ്ടീഷനും രണ്ടും ഒരുപോലെ കൺസിഡർ ചെയ്ത് പോകണം. കാരണം എന്തായിരിക്കും, ചിലർക്ക് പേഴ്സണൽ ഇഷ്യൂസ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് വീട്ടിലെ പ്രശ്നങ്ങൾ കാരണം ചിലപ്പോൾ വർക്കിംഗ് പ്ലേസിൽ വന്നു കഴിഞ്ഞാൽ നേരെ ചൊവ്വെ വർക്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പൊ അത്തരം ഇഷ്യൂസും കൂടെ കൺസിഡർ ചെയ്യാം. അത് രണ്ടും മെയിൻറ്റെയിൻ ചെയ്തു പോവുക. അപ്പൊ അതും എന്താണ്, ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ഒരു ചലഞ്ചാണ്. പിന്നെ അടുത്തത് പറഞ്ഞത് ഡിജിറ്റൽ വേൾഡ് ആണ്. അതായത് ഇപ്പൊ മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ ടെക്നോളജി. AI വരുന്നു, അല്ലെങ്കിൽ കംപ്ലീറ്റ് കമ്പ്യൂട്ടറൈസ്ഡ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് ആയിരുന്നു. അപ്പൊ അവരുടെ മോഡ് ഓഫ് വർക്ക് ഒക്കെ ട്രാൻസ്ഫോം ചെയ്യണം. ഡാറ്റ ആൻഡ് ഫീലിങ്സ് ഒക്കെ നമുക്ക് ഈ ഒരു സെക്ഷനിലോട്ട് മാറ്റേണ്ടി വരും. അപ്പൊ എല്ലാ ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ അത് വലിയൊരു ചലഞ്ചാണ്. കാരണം അവരുടെ എൻറ്റയർലി ആ ഒരു സെക്ഷൻ തന്നെ AI ആക്കുക, അല്ലെങ്കിൽ ഇലക്ട്രോണിക് ആക്കുക, കമ്പ്യൂട്ടറൈസ്ഡ് ആക്കുക എന്ന് പറയുന്നത് എന്താണ്, അത്രയും വർഷത്തെ ഡാറ്റാസും കാര്യങ്ങളൊക്കെ മാറ്റുക എന്നുള്ളത് വലിയൊരു ചാലഞ്ചാണ്. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ ഇത്രേ വരുന്നുള്ളൂ. ഓക്കെ ആണോ? നമുക്ക് ഉച്ചയ്ക്ക് ശേഷം ഒന്നിരുന്നാലോ? ഫുഡ് കഴിക്കേണ്ട നേരം എവിടെയെങ്കിലും വെച്ച ടൈം ഒന്ന് മാറ്റിപ്പോയി. ഒരു 1:30, 2, 1:30 ഒക്കെ ആകുമ്പോയിരിക്കും. ഓക്കെ ആണോ? ബാക്കി നമുക്ക് എടുക്കാം കേട്ടോ. ഓക്കെ. കാരണം ഇപ്പൊ ഫുഡ് കഴിക്കേണ്ട നേരമായി. ഞാനും മക്കളൊക്കെ സ്കൂൾ വിട്ട് വന്നപ്പോ അവർക്ക് ഫുഡ് കൊടുക്കാനുള്ള തിരക്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് 1:30ക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഞാൻ 1:30 മുതൽ 2. രണ്ടാക്കാലോ? 2 മണിയാക്കാം. ഓക്കെ. താങ്ക് യു കേട്ടോ. അപ്പൊ 2 മണിക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതേ ലിങ്കിൽ തന്നെ ജോയിൻ ചെയ്താൽ മതി. അപ്പൊ ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു.